ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ് ആട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ജോഗ്രഫിയാണ് നോക്കുന്നത്. ജോഗ്രഫി ഇന്നത്തോടുകൂടി എനിക്ക് തീർക്കണം, അതായത് ഫിസിക്കൽ ജോഗ്രഫി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് ഇന്ത്യൻ ജോഗ്രഫി നോക്കാനുണ്ട്. സോ അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കാം കേട്ടോ. എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിച്ചത് ജിയോമോർഫോളജിക്കും പിന്നെ ക്ലൈമറ്റോളജിക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടുള്ളത്. പിന്നെ ഓഷ്യനോഗ്രാഫിയൊക്കെ വളരെ കുറച്ച് സമയം മതി നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇനി ഉണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റിവിഷൻ ടെക്നിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് പഠിക്കാനൊക്കെ നേരത്തെ റിവൈസ് ചെയ്യുന്ന നേരത്ത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് എനിക്കിട്ടോ. എസ്പെഷ്യലി എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനി പഠിക്കാൻ നേരത്തെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പഠിക്കാൻ നേരത്തെ നമ്മൾ എന്തെന്നാണ് ചെയ്യുന്നത്, റിവിഷൻ ചെയ്യാൻ നേരത്തെ നമ്മൾ ആ ബുക്ക് തുറന്ന് നമ്മൾ റീഡ് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മളിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് ആക്ച്വലി നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സോ ആ ഒരു ടെക്നിക്ക് നമ്മൾ മൾട്ടിപ്പിൾ റിവിഷൻ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് പകരം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബുക്കിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് തുറക്കും. സോ ഏത് ചാപ്റ്ററാണോ നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത് ആ ചാപ്റ്ററിൻ്റെ ഇൻഡെക്സ് ഒക്കെ എടുത്തിട്ട് ആ ഒരു ഇൻഡെക്സിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ എടുക്കാം, ക്ലൈമറ്റോളജിയാണ് ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബുക്ക് എടുത്തിട്ട്, ബുക്കോ അല്ലെങ്കിൽ A4 ഷീറ്റോ ഏതാണെങ്കിൽ എടുത്തിട്ട് ഒരു ട്രോപ്പിക്കൽ സൈക്ലോണിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളത് ആ ഒരു പേജിൽ ഞാൻ അങ്ങ് എഴുതി വയ്ക്കും. സോ ചില കാര്യങ്ങൾ ഞാൻ വിട്ടുപോകും, എനിക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടത്തില്ല. സോ ആ ഒരു ഭാഗങ്ങളാണ് എനിക്ക് വീക്കായിട്ടുള്ള ഭാഗങ്ങൾ, മനസ്സിലായില്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആ ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഓർമ്മ കിട്ടാത്ത ചിലതിൽ എനിക്ക് ഡൗട്ടുള്ള ഏരിയാസൊക്കെ വരും. ശരിക്കും ഇതാണോ കറക്റ്റ്, ഇതാണോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരുമല്ലോ. സോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആ ഭാഗങ്ങൾക്ക് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യണം എന്നാണ് അർത്ഥം. സോ വീണ്ടും ബുക്ക് തുറക്കുമ്പോൾ ആ ഏരിയാസിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കും. ഇങ്ങനെയായിട്ടോ ഞാൻ മെയിൻലി റിവൈസ് ചെയ്യുന്നത്. പിന്നെ വേറെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട്, പിന്നെ പോയിട്ട് അതിൻ്റെ PYQs നോക്കും. നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റിലില്ലാത്ത കുറച്ചും കൂടി കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് PYQs ചെയ്യുന്ന വഴി നമുക്ക് കിട്ടും. PYQs ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് UPSCയുടെ PYQ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്ക് ടെസ്റ്റ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് എടുക്കുക. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് UPSCയുടെ PYQസിനാണ് കൊടുക്കേണ്ടത്. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിങ്ങനെ എന്താ പറയുക, ഈ ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ടേബിൾ ഫോമാറ്റിൽ എഴുതുന്നതാണ് എനിക്ക് കുറച്ചും കൂടി റിവൈസ് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ വേൾഡ് ക്ലൈമറ്റ് ആയാലും, ഇപ്പോൾ റിവേഴ്സ്, പീക്സ്, പിന്നെ ഓരോരോ എന്താ പറയുക, വെറ്റ്ലാൻഡ്സ് കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ടേബിൾ ഫോമിലുണ്ടല്ലോ. ടേബിൾ ഫോമിൽ എഴുതുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, അത് റീകോൾ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിവർ സിസ്റ്റത്തിനെ കുറിച്ച് എപ്പോഴും നമുക്ക് ജോഗ്രഫിയിൽ ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്രാവശ്യം എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് യമുന റിവറിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ യമുന റിവറിൻ്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിവേഴ്സിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാരഗ്രാഫ് രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ പഠിക്കുന്നതിലും ഭേദം നമ്മളൊരു ടേബിൾ ഫോമിലാക്കി അത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടിരിക്കും. അതായത് ഫസ്റ്റ് റിവറിൻ്റെ പേര് എഴുതുക, റിവേഴ്സ് ഡിവൈഡ് ചെയ്യുക, ഹിമാലയൻ റിവേഴ്സ്, പെനിൻസുലർ റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒറിജിൻ എവിടെയാണ്, ഒരു റിവറിൻ്റെ പേര് എഴുതുക, ഒറിജിൻ എവിടെയാണ്, കൈലാഷ്, ഇപ്പോൾ റിവർ ഇൻഡൂസ് ആണെങ്കിൽ കൈലാസ് റേഞ്ചിൽ, പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന എവിടെയാണ്, അറേബ്യൻ സീയിൽ, പിന്നെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, അവിടുത്തെ മേജർ ഡാംസ് ഏതൊക്കെയാണ്, പിന്നെ ഇന്ത്യൻ സിറ്റീസിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും നാഷണൽ പാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ലേക്സിനെയൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടോ. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ 2026 പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ ജോഗ്രഫിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ നോട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇത് ചെയ്തില്ല,
പക്ഷേ എനിക്കിപ്പോൾ അത് ചെയ്യാൻ നേരത്ത് എനിക്ക് നല്ല രീതിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ വേൾഡ് സീസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നേരത്ത് ഇത് ഇപ്പോൾ റെഡ് സീനൊക്കെ കുറിച്ച് പഠിക്കാൻ നേരത്ത് അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ അതിൻ്റെ ബോർഡറിങ് കൺട്രീസ്, ഇങ്ങനെ ഒരു ടേബിൾ ഫോമാറ്റിൽ നമ്മളുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ ഫോമാറ്റിൽ എഴുതി വെക്കുക. സോ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുള്ളാണ്. സത്യം പറയാമല്ലോ, നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് അത് നല്ല രീതിക്ക് നമുക്ക് റിവൈസ് ചെയ്യാനും നമ്മുടെ മെമ്മറിയിൽ റീടൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ഇന്നത്തെ കൊണ്ട് തന്നെ എൻ്റെ ഈ വേൾഡ് ക്ലൈമറ്റിൻ്റെ ഈ നോട്ട് എഴുതി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കൊണ്ട് എൻ്റെ ഫിസിക്കൽ ജോഗ്രഫി തീർന്നു. ഇനി നെക്സ്റ്റ് ഉള്ളത് പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇതുപോലെ തന്നെ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കാനുണ്ട്. അതായത് മൗണ്ടൻ റേഞ്ചസിൻ്റെ പീക്സ്, പിന്നെ ഗ്ലേഷ്യേഴ്സ്, പിന്നെ റിവേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോട്ട്സ് റെഡിയാക്കാനുണ്ട്. സോ ഇന്നത്തെ കൊണ്ട് എൻ്റെ ഫിസിക്കൽ ജോഗ്രഫി തീർന്നു. നെക്സ്റ്റ് ഇനി ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.